ഹലോ! കഴിഞ്ഞിടെ നമ്മൾ ഈ ഡ്രസ്സിൻ്റെ കട്ടിംഗ് വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായത്. ഇന്ന് നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. ഞാൻ ഈ ഡ്രസ്സിന് ലൈനിങ് ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ഈ 2 പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഈ കട്ട് ചെയ്ത പീസിൻ്റെ മുകളിലേക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ ഫ്രണ്ട് വശം ഇതേപോലെ മറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് ചുറ്റും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് തിരിച്ച് വെച്ചിട്ട് ഇതേപോലെ അരികിൽ കൂടെ അതിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ നെക്ക് ഭാഗം കറക്റ്റാക്കി വെച്ചിട്ട് അതിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ. ഇനി ബാക്ക് നെക്ക് അതേ മോഡലിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ബാക്ക് വശത്തിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് വശം എടുത്ത് വെക്കുക. ശ്രദ്ധിക്കണം, നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. ബാക്ക് പീസ് എപ്പോഴും അടിയിൽ വരുന്ന രീതിയിലായിരിക്കണം തുണി വെക്കേണ്ടത്. രണ്ടും ഒരേപോലെ പിടിച്ച് ഇതേപോലെ തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഷോർട്ട് സ്ലീവാണ് കൊടുക്കുന്നത്. ഈ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് പാർട്ട് 1 ആയിട്ട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തു. സ്ലീവിൻ്റെ മാത്രമല്ല ഈ ഡ്രസ്സിൻ്റെ ഫുൾ കട്ടിങ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പോയി കാണാം. ഈ സ്ലീവ് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ട് സാധാ സ്റ്റിച്ച് ചെയ്യുന്ന പോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഡ്രസ്സ് ഷേപ്പാക്കി കൊടുക്കാം. അതിനായിട്ട് നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ മടക്കി ഒരുപോലെ വെച്ച് കൊടുക്കാം. ഷേപ്പാക്കാനായിട്ട് നമ്മൾ 1.5 സീം എലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഹിപ്പിൻ്റെ ഭാഗത്ത് മാത്രം നമ്മൾ 1 ഇഞ്ച് സീം എലവൻസ് ആണ് കൊടുത്തത്. അത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇരുവശവും ഒരേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഹിപ്പിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് ഞാൻ 18.5 അത് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് ടേപ്പ് വെച്ച് അളന്ന് നോക്കാം. എന്നിട്ട് അവിടെ 1 ഇഞ്ച് സീം എലവൻസ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്തതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഹിപ്പ് എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ചിട്ടിട്ട് മേളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ശ്രദ്ധിച്ച് തയ്ച്ചു കൊടുക്കാം. ഇരുവശവും ഇതേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ. ഇനി സ്ലിറ്റ് ഇട്ട് കൊടുക്കാം നമുക്ക് തുണിക്ക്. അതിനായി തുണിയുടെ അറ്റഭാഗത്ത് നിന്ന് ഇതേപോലെ മടക്കി വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗത്തുമ്പോൾ തുണി തീരെ ലൂസാക്കാതെ കുറച്ച് ടൈറ്റ് ആക്കിയിട്ട് വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് മറച്ചിട്ടിട്ടും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗം ഇതേപോലെ തന്നെ സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് തുണിയുടെ അറ്റഭാഗം ഇതേപോലെ മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.